മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഒരു ഭീകര ക്യാമ്പസ് കൊലപാതകത്തിന്റെ ഞെട്ടലിൽ മലയാളി മനസ്സ് മരവിച്ചിരിക്കുമ്പോൾ ക്യാമ്പസ് മാത്രമല്ല സംസ്ഥാനത്തെ ഒരു സുപ്രധാന സർവകലാശാല യുവജനോത്സവവും ഹമാസ് എന്ന ആഗോള ഭീകരതയുടെ നിഴലിലായിരിക്കുന്നു എന്ന് പൊതുസമൂഹം അറിയണം. കഥ ഇതാണ്. മാർച്ച് 7-ന് തിരുവനന്തപുരത്ത് ആരംഭിക്കുന്ന കേരള സർവകലാശാല യുവജനോത്സവത്തിന്റെ പേരാണ് ഇന്തിഫാദ. ഇനി ഈ പേരിന്റെ പൊരുളറിയുക. ഹമാസ് എന്ന അന്താരാഷ്ട്ര ഭീകര സംഘടന ഇസ്രായേലിനെതിരെ നടത്തിവരുന്ന രക്തരൂക്ഷിതമായ സായുധ പ്രക്ഷോഭങ്ങളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് ഇന്തിഫാദ. ഇന്തിഫാദ എന്ന അറബി വാക്കിനർത്ഥം ഗൂഗിൾ പറയുന്നത് പ്രൊട്ടസ്റ്റ് ഇൻ ദ ഫോം ഓഫ് വയലന്റ് ടെററിസം എന്നാണ്. ഇന്തിഫാദ എന്ന പദത്തിന് കുടഞ്ഞുകളയുക എന്നൊരു അർത്ഥം കൂടിയുണ്ട്. പലസ്തീനികളുടെ മേൽ പുരണ്ട അഴുക്കായ ഇസ്രായേലിനെ കുടഞ്ഞുകളയുവാനുള്ള പ്രക്ഷോഭമായി ഇന്തിഫാദ വിശേഷിപ്പിക്കപ്പെടുന്നു. അധിനിവേശങ്ങൾക്കെതിരെ കലയുടെ പ്രതിരോധം ഇന്തിഫാദ എന്നാണ് ലോഗോയിൽ കുറിച്ചിട്ടുള്ളത്. കലോത്സവ ലോഗോയിൽ പൊതിഞ്ഞു കിടക്കുന്നത് പലസ്തീൻ സ്കാർഫ് ആണ്. ശ്രദ്ധിക്കുക, ഹമാസിന്റെ ബ്രോഷർ അല്ല ഇത്, ഒരു കലോത്സവത്തിന്റെ പോസ്റ്ററാണ്. അറബി നാട്ടിൽ നിന്നും കടൽ കടന്ന ഇന്തിഫാദ കേരളത്തിലെ ഒരു യുവജനോത്സവ വേദി കീഴടക്കുമ്പോൾ ചില ആശങ്കകൾ പങ്കുവയ്ക്കുകയാണ് പോസിറ്റീവ് സ്റ്റോക്കിന്റെ ഈ അധ്യായത്തിൽ. ഒരു അന്താരാഷ്ട്ര ഭീകര സംഘടന നടത്തിവരുന്ന സായുധ പ്രക്ഷോഭങ്ങളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഇന്തിഫാദ എന്ന അറബി വാക്ക് കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റി കലോത്സവത്തിന്റെ തലക്കെട്ടായി മാറുന്നതിലൂടെ ഈ കലാമാമാങ്കത്തിനു മേൽ കരിനിഴൽ വീഴുകയാണ്. കഴിഞ്ഞ ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിലെ ഒരു സംഗീത പരിപാടിയിലേക്ക് വെടിക്കോപ്പുകളുമായി പാരച്യൂട്ടുകളിൽ ഇടിച്ചിറങ്ങി കലാകാരന്മാരും സംഗീതജ്ഞരും കലാ ആസ്വാദകരുമായ 260 പേരെ ചുട്ടരിച്ചുകൊണ്ട് നടത്തിയ സമാനതകളില്ലാത്ത ഭീകരാക്രമണം ഇന്തിഫാദയുടെ ഭാഗമായിരുന്നു. കലാകാരന്മാരെ പോലും കൊലയ്ക്ക് കൊടുക്കുന്ന ഇന്തിഫാദ പ്രക്ഷോഭങ്ങൾ വേഷം മാറി നമ്മുടെ നാട്ടിൽ കലയുടെ കാവൽക്കാരായി എത്തുന്നു എന്നത് ഈ നൂറ്റാണ്ടിലെ വിസ്മയവും വിരോധാഭാസവുമാണ്. കലാപരമായ കേരളീയ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന യൂണിവേഴ്സിറ്റി കലോത്സവങ്ങൾ മിന്നൽ വേഗത്തിലാണ് ഇന്തിഫാദ പോലുള്ള പ്രക്ഷോഭ പേരുകൾക്ക് വഴിമാറുന്നത്. കലോത്സവം ഒരു യുദ്ധമല്ല, കലോത്സവം ഒരു കലാപമല്ല, കലോത്സവം ഒരു പ്രതിഷേധമല്ല, കലോത്സവം ഒരു സമരമല്ല. മതത്തിന്റെയും ജാതിയുടെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും അതിർത്തികൾക്കപ്പുറത്ത് കലയുടെ ഉത്സവത്തിന് എത്തുന്ന കലാകാരന്മാരിൽ വിഘടനവാദത്തിന്റെ വിത്ത് വിതയ്ക്കുന്നു ഇത്തരം നീക്കങ്ങൾ. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കഥകളി, മാപ്പിളപ്പാട്ട്, നാടോടി നൃത്തം, ദേശഭക്തിഗാനം, ഓട്ടംതുള്ളൽ, ചിത്രരചന തുടങ്ങിയ കലാരൂപങ്ങളിലൂടെ യുവജനങ്ങളുടെ സർഗാത്മകതകളെ തൊട്ടുണർത്തുവാൻ സംഘടിപ്പിക്കുന്ന കലോത്സവം ഒരു കലാപവുമായോ ഒരു യുദ്ധവുമായോ ബന്ധപ്പെടുത്തരുത്. സംസ്ഥാന തലസ്ഥാനത്ത് ഭരണസിരാ കേന്ദ്രങ്ങളുടെ മൂക്കിൽ താഴെയാണ് ഒരു അന്താരാഷ്ട്ര ഭീകര സംഘടനയുടെ സായുധ പ്രക്ഷോഭത്തിന് ഇട്ടിരിക്കുന്ന പേരും പേറി ഒരു കലോത്സവം അരങ്ങേറുന്നത് എന്നോർക്കുക. തീവ്രവാദ സംഘടനകൾ, വർഗീയ ജാതി സംഘടനകൾ, മദ്യമയക്കമരുന്ന് മാഫിയകൾ തുടങ്ങിയ ചിദ്രശക്തികൾ നീരാളിപ്പിടുത്തത്തിൽ അമരുകയാണ് നമ്മുടെ ക്യാമ്പസുകളും ക്യാമ്പസ് ഉത്സവങ്ങളും എന്ന് ഇന്തിഫാദ വിളിച്ചു പറയുന്നു. അനുബന്ധമായി പറയട്ടെ, ഏതെങ്കിലും ഒരു വിഭാഗത്തെ അപകീർത്തിപ്പെടുത്തുകയോ പ്രതിക്കൂട്ടിൽ നിർത്തുകയോ അല്ല ഈ വീഡിയോയുടെ ലക്ഷ്യം. ഒരു ക്രിസംഗി വിലാപമായി മുദ്രകുത്തി ഈ മുന്നറിയിപ്പിനെ ചാപ്പ കുത്തുന്നവരറിയുക, ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ ക്യാമ്പസുകൾ ഭീകരപ്രവർത്തനത്തിന്റെ അംഗൻവാടികളാകാതിരിക്കുവാൻ ജാതിമത ഭേദമന്യേ ഒരുമിച്ച് പ്രയത്നിക്കുക. വിയോജിപ്പുള്ളവർ വിളിക്കുക 9447823297.